ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഒന്ന് വായിച്ച യോഹന്നാൻ 5:40. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ചിലർക്ക് കേട്ടിട്ട് പറയുക, യേശുവിന്റെ അപ്പന്റെ പേര് യേശു. അത് തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ ഞാൻ എൻ്റെ പിതാവിന്റെ പേരിൽ വന്നിരിക്കുന്നു, പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയാ, സംഗീതം എന്നാണ് അവന്റെ പേര്. അവന്റെ അപ്പന്റെ പേര് വിനോദ് എന്നാണ്. അപ്പൊ സംഗീതം പറഞ്ഞ ഞാൻ എന്റെ പപ്പയുടെ പേരിലാണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഗീതം എന്ന പേര് മാറ്റി വിനോദം എന്ന പേരിട്ടുണ്ട് വന്നല്ല അതിന്റെ അർത്ഥം. ആണോ? അല്ല, എന്റെ അപ്പന്റെ അതോറിറ്റിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അപ്പന്റെ അധികാരത്തിലാണ് വന്നിരിക്കുന്നത്. എന്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരു നിർണയമുണ്ട്. എന്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് ചെയ്യാനുള്ള മുഴുവൻ അധികാരത്തോടുകൂടെയാണ് പുത്രനായ ഞാൻ വന്നിരിക്കുന്നത്.